സിറ്റി വിഷൻ പുതിയൊരു സെഗ്മെന്റ് കൂടി ആരംഭിക്കുകയാണ്. ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഉയരുമ്പോൾ കൃത്യമായ മറുപടിയാണ് ജനങ്ങൾക്ക് വേണ്ടത്. അതിനുള്ള ചോദ്യമാണ് സിറ്റി വിഷൻ ഉന്നയിക്കുന്നത്. ഒരു ചോദ്യം, ഒറ്റ ഉത്തരം. ഇന്നത്തെ ചോദ്യവും ഉത്തരവും എന്താണെന്ന് നോക്കാം. സന്ദീപ് രാജക്കാട് ചേരും. നമസ്കാരം. അപ്പോൾ നമ്മൾ ഒരു ചോദ്യവും അതിനുള്ള ഉത്തരവും തേടി ഇന്ന് എത്തിയിരിക്കുന്നത് രാജാക്കാട് ഗ്രാമപഞ്ചായത്തിലാണ്. രാജാക്കാട് ഗ്രാമപഞ്ചായത്തിൻ്റെ പുതിയ ഓഫീസ് നിർമ്മാണം നടക്കുന്ന ഒരു വലിയ ബിൽഡിംഗാണിത്. ഈ ബിൽഡിംഗ് നിർമ്മാണം തുടങ്ങിയിട്ട് കുറേ കാലങ്ങളായി. വലിയ രീതിയിലുള്ള പ്രചാരണങ്ങളൊക്കെ നടത്തിയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. പക്ഷേ പഞ്ചായത്ത് ഭരണസമിതിയുടെ ഒരു അനാസ്ഥയാണിതെന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് രംഗത്തെത്തിയിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ ആരോപണങ്ങൾക്ക് ഇതുവരെ പഞ്ചായത്ത് ഭരണസമിതി ഒരു മറുപടി നൽകിയിട്ടിരുന്നില്ല. എന്തായാലും അതിനൊരു ഉത്തരം തേടിയാണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നമ്മോടൊപ്പമുണ്ട്. വൈസ്, വലിയ രീതിയിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ, അതിന് വലിയ രീതിയിൽ കുറേ സ്ഥാപനങ്ങളെയൊക്കെ ഈ കെട്ടിടത്തിലേക്ക് കൊണ്ടുവരിക തുടങ്ങിയിട്ടുള്ള വലിയ ആശയങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ ഇതൊന്നും നടപ്പിലായിട്ടില്ല. വലിയ ഗുരുതരമായ ആരോപണമാണ്. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു പഞ്ചായത്ത് കെട്ടിടം പണിയുന്നതിന് വേണ്ടി ബഡ്ജറ്റ് ഫണ്ട് തന്നിട്ടുള്ളത്. അതിൻ്റെ ടെൻഡർ നടപടികളെല്ലാം സർക്കാർ നേരിട്ടാണ് നടത്തിയിട്ടുള്ളത്. പിന്നെ ഒരു കെട്ടിടം പണിയുമ്പോൾ സാധാരണഗതിയിൽ ഉണ്ടാകുന്ന തരത്തിലുള്ള എല്ലാ സാങ്കേതിക ഇഷ്യൂസും നമ്മുടെ കെട്ടിടത്തിന് ഉണ്ടായിട്ടുണ്ട്. ഇത് 5 കോടി രൂപയാണ് നമ്മുടെ കെട്ടിടത്തിൻ്റെ ഫണ്ട്. അപ്പോൾ ഈ ഉണ്ടായ സാങ്കേതിക പ്രശ്നങ്ങളെല്ലാം നമ്മൾ പരിഹരിച്ചു കൊടുത്തിട്ടുമുണ്ട്. പിന്നെ ഈ ഭരണസമിതി ഇരിക്കുന്നത് ഒരു പരിമിതമായ കെട്ടിടത്തിലാണ്. അത് പിന്നെ നമ്മുടെ പഞ്ചായത്ത് കെട്ടിടം പണി നടന്നില്ല എന്നുള്ള ഒരു കാരണം കൊണ്ടും രാജാക്കാട് ഗ്രാമപഞ്ചായത്തിലെ 13 വാർഡിലെ ജനങ്ങൾക്കും അവരുടെ ഒരു സേവനങ്ങൾക്കും നമ്മളൊരു കുറവ് വരുത്തിയിട്ടില്ല. ഏറ്റവും മികച്ചമായ രീതിയിൽ തന്നെ നമ്മൾ സേവനങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കെട്ടിടം പണിതില്ല എന്നുള്ളൊരു കാരണം കൊണ്ട് നമുക്ക് ജനങ്ങൾക്ക് മോശമായൊരു ഭരണം ജനങ്ങളുടെ മുന്നിൽ കാഴ്ചവെച്ചു നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇതെല്ലാം തെരഞ്ഞെടുപ്പ് അനുബന്ധിച്ച് നടത്തുന്ന ഒരു ആരോപണം മാത്രമായിട്ടാണ് ഞാനിതിനെ കാണുന്നുള്ളൂ, ഭരണസമിതിയും കാണുന്നുള്ളൂ. ഓക്കെ, എന്തായിരുന്നാലും ആ ഒറ്റ ചോദ്യത്തിനുള്ള വളരെ വ്യക്തമായിട്ടുള്ള ഒരു മറുപടിയാണ് പറയുന്നത്. ഇതൊക്കെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ചില ആരോപണങ്ങൾ മാത്രമാണ്. അതിനെ അത്രയ്ക്ക് വില കൊടുത്ത് തള്ളിക്കളയുന്നു എന്നുള്ളതാണ്. എങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിൽ പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതിൻ്റെ നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നു. ജനങ്ങൾക്ക് ഒരു വിധത്തിലുള്ള സേവന പ്രവർത്തനങ്ങൾക്കും ഇല്ലെങ്കിൽ അവർക്ക് ലഭിക്കേണ്ട ഒരു സേവനത്തിനും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാത്ത തരത്തിൽ ഭരണസമിതി മുമ്പോട്ട് പോകുന്നു എന്നുള്ളതാണ് വൈസ് പ്രസിഡന്റ് ഇക്കാര്യത്തിൽ ഒരു മറുപടി പറഞ്ഞിരിക്കുന്നത്. ഇനിയും മറുപടി പറയാത്ത പല ചോദ്യങ്ങളും ബാക്കി നിൽക്കുകയാണ്. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ തേടി നമ്മൾ ഇവിടെ നിന്നും യാത്ര തുടങ്ങുന്നു. ക്യാമറാമാൻ ഗോകുൽ മധുവിനൊപ്പം സന്ദീപ് രാജാക്കാട്, സിറ്റി വിഷൻ.